ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ മാനേജ്മെൻറ്റ് സയൻസിൽ സിംപ്ലക്സ് മെത്തേഡുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് തിയറി ഭാഗങ്ങളുടെ ഒരു വീഡിയോ ആണ് പറയുന്നത്. സിംപ്ലക്സ് മെത്തേഡുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് തിയറി ഭാഗങ്ങളാണ്. അതായത് എന്താണ് ഇനീക്വാളിറ്റി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് നോക്കാം. ഇനീക്വാളിറ്റി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ മാക്സിമൈസേഷൻ പ്രോബ്ലംസ് ആൾ ഇനീക്വാളിറ്റീസ് ഓഫ് കൺസ്ട്രെയിൻസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതായത് എല്ലാ മാക്സിമൈസേഷൻ പ്രോബ്ലത്തിലും ഇനീക്വാളിറ്റി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഇൻ മിനിമൈസേഷൻ പ്രോബ്ലംസ് ആൾ ഇനീക്വാളിറ്റി ഓഫ് കൺസ്ട്രെയിൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. മിനിമൈസേഷൻ പ്രോബ്ലം നോക്കുന്ന സമയത്ത് എല്ലാ ഇനീക്വാളിറ്റി ഓഫ് കൺസ്ട്രെയിൻസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഇഫ് എനി ഓഫ് ദ ഇനീക്വാളിറ്റീസ് ഡസ് നോട്ട് പൊസസ് ദ റിക്വയർഡ് സൈൻസ്, അതായത് ഇതിലേതെങ്കിലും ഇനീക്വാളിറ്റീസ് നിലവിൽ പറഞ്ഞിട്ടുള്ള സൈൻ പൊസസ് ചെയ്തിട്ടില്ലെങ്കിൽ ദെൻ ഇറ്റ് ഷുഡ് ബി ചേഞ്ച്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. അതായത് മാക്സിമൈസേഷൻ പ്രോബ്ലത്തിലെ എല്ലാ ഇനീക്വാളിറ്റീസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും എന്ന് പറഞ്ഞു. അത് ഏതെങ്കിലും ഒരു കൺസ്ട്രെയിൻറ്റ് ലെസ് ദാന് പകരം ഗ്രേറ്റർ ദാൻ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? സൈനിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ മിനിമൈസേഷൻ പ്രോബ്ലത്തിനാണെങ്കിൽ എല്ലാ ഇനീക്വാളിറ്റി ഓഫ് കൺസ്ട്രെയിൻസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കൺസ്ട്രെയിൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ക്യാൻ ബി ഡൺ ബൈ, അതെങ്ങനെയാണ് ചെയ്യുക? ബൈ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ -1. രണ്ട് സൈഡുകളിലും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കൺസ്ട്രെയിൻറ്റിനെ എന്താക്കി മാറ്റാൻ പറ്റും? സൈൻ ചേഞ്ച് ആക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റാനും നമുക്ക് കഴിയും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇനീക്വാളിറ്റി ഓഫ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഇനീക്വാളിറ്റി ഓഫ് കൺസ്ട്രെയിൻറ്റുകളെയും നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും? ഈക്വാളിറ്റിയിലേക്ക് മാറ്റുകയാണ് സിംപ്ലക്സ് മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ മാക്സിമൈസേഷൻ പ്രോബ്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനീക്വാളിറ്റി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ നോർമലി എങ്ങനെയായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. മിനിമൈസേഷൻ പ്രോബ്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനീക്വാളിറ്റി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും റിക്വയർഡ് സൈന് പ്രോസസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. ആ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും -1 എന്നുള്ള സംഖ്യ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇനീക്വാളിറ്റി ഓഫ് കൺസ്ട്രെയിൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദാറ്റ് ക്യാൻ ബി ഡൺ ബൈ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ -1. നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടേമാണ് അൺബൗണ്ടഡ് സൊല്യൂഷൻ. എന്തിനാണ് നമ്മൾ അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറയാൻ നോക്കാം. If we notice that every variable in the incoming variable column has all its elements negative or void, when we are searching the outgoing variables, we are face to face with a problem which have unbounded solution. There is no optimal concrete value right now growing the values of variables. The objective function value also grows and does not violate any restriction. അതായത് സൊല്യൂഷൻ ഇല്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക? അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇഫ് വി നോട്ടീസ് ദാറ്റ് എവറി വേരിയബിൾ ഇൻ ദ ഇൻകമ്മിങ് വേരിയബിൾ കോളം, ഇൻകമ്മിങ് വേരിയബിൾ കോളത്തിലെ എല്ലാ വേരിയബിൾസും അല്ലെങ്കിൽ എവറി വേരിയബിൾ ഇൻ ദ ഇൻകമ്മിങ് വേരിയബിൾ കോളം ഹാസ് ആൾ ഇറ്റ്സ് എലമെൻറ്റ്സ് നെഗറ്റീവ് ഓർ വോയിഡ്, അതിലെല്ലാ എലമെൻറ്റ്സുകളും നെഗറ്റീവോ വോയിഡോ ആയിക്കഴിഞ്ഞാൽ വെൻ വി ആർ സെർച്ചിങ് ദ ഔട്ട്ഗോയിങ് വേരിയബിൾ സെർച്ച് ചെയ്യുന്ന സന്ദർഭത്തിൽ വി ആർ ഫേസ് ടു ഫേസ് വിത്ത് എ പ്രോബ്ലം വിച്ച് ഹാവ് അൺബൗണ്ടഡ് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഔട്ട്ഗോയിങ് വേരിയബിൾ കണ്ടെത്താൻ കഴിയില്ല. അവിടെ നമുക്ക് അൺബൗണ്ടഡ് സൊല്യൂഷനായിട്ട് മാറും. അതായത് എല്ലാ വേരിയബിൾസും നെഗറ്റീവോ അല്ലെങ്കിൽ വോയിഡോ, എല്ലാ എലമെൻറ്റ്സുകളും നെഗറ്റീവോ വോയിഡോ ആയിക്കഴിഞ്ഞാൽ വി ആർ സെർച്ചിങ് ദ ഔട്ട്ഗോയിങ് വേരിയബിൾ, വി ആർ ഫേസ് ടു ഫേസ് വിത്ത് എ പ്രോബ്ലം വിച്ച് ഹാവ് അൺബൗണ്ടഡ് സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് അൺബൗണ്ടഡ് സൊല്യൂഷൻ ഉള്ള ഒരു പ്രോബ്ലമായിട്ട് അത് മാറും. ദർ ഈസ് നോ ഒപ്റ്റിമൽ കോൺക്രീറ്റ് വാല്യൂ, അതിന് ഒപ്റ്റിമൽ ആയിട്ടുള്ളൊരു കോൺക്രീറ്റ് വാല്യൂ കണ്ടെത്താൻ കഴിയില്ല. റൈറ്റ് നൗ ഗ്രോയിങ് ദ വാല്യൂസ് ഓഫ് വേരിയബിൾസ്, ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വാല്യൂ ആൾസോ ഗ്രോസ്. അതായത് വാല്യൂസിൻ്റെ അല്ലെങ്കിൽ വേരിയബിൾസിൻ്റെ വാല്യൂ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും അതോടുകൂടെ ഗ്രോ ചെയ്യും. അതുകൊണ്ട് തന്നെ ആൻഡ് ഡസ് നോട്ട് വയലേറ്റ് എനി റെസ്ട്രിക്ഷൻസ് വയലേറ്റ് ചെയ്യുകയും ചെയ്യില്ല. അതിലൊരു പ്രോബ്ലം കാണുമ്പോൾ മനസ്സിലാവും. ഇല്ലുസ്ട്രേഷൻ 14 കാണിക്കുന്നുണ്ട്, അൺബൗണ്ടഡ് സൊല്യൂഷൻ്റെ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. മാക്സിമൈസേഷൻ Z = 10x1 + 8x2, 2x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14, 2x1 - 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16, x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അതിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിൽ ഇൻഈക്വാളിറ്റീസിനെ നമ്മൾ ഈക്വാലിറ്റി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ 2x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഈക്വാലിറ്റിക്ക് കൺവേർട്ട് ചെയ്യാൻ അതിൻ്റെ കൂടെ ഒരു സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യാം. അപ്പോൾ 2x1 + s1 = 14. രണ്ടാമത്തേത് 2x1 -
2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. അപ്പോൾ 2x1 മൈനസ് 2x2 പ്ലസ് ഒരു സ്ലാക്ക് വേരിയബിൾ ആയ s2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ x1, x2 രണ്ട് സ്ലാക്ക് വേരിയബിൾ s1ഉം s2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എന്നിട്ട് അതിൻ്റെ എക്സ് ബി ഫംഗ്ഷൻ നമ്മൾ കാണുക. അതായത് 14, 16 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 14, 16 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേൻ്റെ 14ഉം രണ്ടാമത്തേൻ്റെ 16ഉം. അപ്പോൾ നമ്മൾ s1ഉം s2ഉം 14ഉം 16ഉം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ഫസ്റ്റ് CJ എന്ന് പറയുന്നത് 10, 8, 0, 0. 10, 8, 0, 0 എന്ന് പറഞ്ഞാൽ എന്താണ്? x1ൻ്റെ കോയഫിഷ്യൻ്റ് 10, x2ൻ്റെ കോയഫിഷ്യൻ്റ് 8, s1ൻ്റെ 0, s2ൻ്റെ 0. ZJ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള 0 ആണ് വരിക. കാരണം എന്താ വെച്ചാൽ സി എന്നുള്ളത് 0 ആയതുകൊണ്ട് അതിനെ ഓരോ x1 വാല്യൂ കൊണ്ടും x2 വാല്യൂ കൊണ്ട് s1 കൊണ്ടും s2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വരിക. അപ്പോൾ CJ മൈനസ് ZJ ആദ്യത്തിൽ 10, 8, 0, 0 എന്ന് കിട്ടും. അപ്പോൾ അതിൽ ഏറ്റവും ഹയസ്റ്റ് പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ആ 10 എന്നുള്ളത് അതുപോലെ തന്നെ ലോവസ്റ്റ് പോസിറ്റീവ് റേഷ്യോ എന്ന് പറയുന്നത് 7 ആണ്. 14 ഹരിക്കണം 2, 7. 10 എന്ന് പറയുന്ന കോളം വരുന്നത് x1 ആണ്. ആ x1 കോളം നമ്മൾ മാർക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ ലോവസ്റ്റ് പോസിറ്റീവ് റേഷ്യോ 14 ഹരിക്കണം 2, 7, 16 ഹരിക്കണം 2, 8. അത് തീറ്റ കാണുന്ന സന്ദർഭത്തിൽ ലോവസ്റ്റ് പോസിറ്റീവ് 7ഉം 8ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് 7 ആണ് ലോവസ്റ്റ് പോസിറ്റീവ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ആ 7 വരുന്ന റോ എന്ന് പറയുന്നത് 2 ആണ്. ആ 7 വരുന്ന റോ എന്ന് പറയുന്നത് S1 റോയാണ്. S1 റോയും x1 കോളവുമാണ്. അത് രണ്ടും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് 2. ആ 2 ആണ് എന്ത് നമ്മളുടെ കീ എലമെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അതിൽ കീ എലമെൻ്റ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ സിംപ്ലക്സ് ടേബിൾ കീ എലമെൻ്റ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? എല്ലാ വാല്യൂസിനെയും അപ്പോൾ S1ൻ്റെ സ്ഥാനത്ത് അവിടെ x1 വരും. അപ്പോൾ എല്ലാ വാല്യൂസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? കീ എലമെൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ കോളം നമുക്ക് കിട്ടും. ആദ്യത്തെ റോ നമുക്ക് കിട്ടും. ആദ്യത്തെ റോ ആയിട്ടുള്ള x1 റോ കിട്ടും. രണ്ടാമത്തെ റോ ചെയ്യുന്ന സന്ദർഭത്തിൽ ഓൾഡ് വാല്യൂ മൈനസ് കറസ്പോണ്ടിങ് കീ കോളം വാല്യൂ ഇൻറ്റു കറസ്പോണ്ടിങ് ന്യൂ വാല്യൂ എന്ന് ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് രണ്ടാമത്തെ റോയും കിട്ടും. അങ്ങനെ നമ്മൾ CJ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ZJ കാണാൻ വേണ്ടിയിട്ട് C ഇൻറ്റു x1 പ്ലസ് അങ്ങനെ ഓരോന്നും ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് C ഇൻറ്റു x1 10 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0. അപ്പോൾ നമുക്ക് 10 ഇൻറ്റു 1 10. അടുത്തത് 0, 5, 0. അങ്ങനെ CJ ZJ രണ്ടും കണ്ടു കഴിഞ്ഞാൽ CJ മൈനസ് ZJ ചെയ്യുന്ന സന്ദർഭത്തിൽ 0, 8, മൈനസ് 5, 0 എന്ന് വരും. ഇവിടെ മിനിമം റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പോൾ നമുക്കിതിൽ ഏറ്റവും ഹയസ്റ്റ് പോസിറ്റീവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 8 ആണ്. ആ 8 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? ആ 8 വരുന്ന കോളം നമ്മൾ റൗണ്ട് ചെയ്യുക. അത് x2 കോളാണ്. അതുപോലെ തന്നെ ആ x2 കോളത്തിന് XB ഹരിക്കണം x2 ചെയ്യുന്ന സമയത്തിൽ 7 ഹരിക്കണം 0 എന്ന് കിട്ടും. 7 ഹരിക്കണം 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇന്നവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇൻഫിനിറ്റിയാണ്. ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഹരിക്കുമ്പോൾ ഇൻഫിനിറ്റിയാണ് കിട്ടുക. അപ്പോൾ 7 ഹരിക്കണം 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. അതിന് വാല്യൂ ഇല്ല. രണ്ടാമത് എന്താണ്? 2 ഹരിക്കണം -2. ഇപ്പോൾ 2 ഹരിക്കണം -2 എന്ന് പറയുമ്പോൾ -1 ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലോവസ്റ്റ് പോസിറ്റീവ് റേഷ്യോ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പോസിറ്റീവ് റേഷ്യോ നമുക്ക് കിട്ടിയിട്ടില്ല. എന്താ കിട്ടിയിരിക്കുന്നത്? മിനിമം റേഷ്യോ ഇൻഫിനിറ്റിയും നെഗറ്റീവും ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡിപ്പാർട്ടിംഗ് വേരിയബിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനൊരു സന്ദർഭം വരുമ്പോഴാണ് അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്നുള്ളത് വരിക. അപ്പോൾ എപ്പോഴാണ് അൺബൗണ്ടഡ് സൊല്യൂഷൻ വരിക? ഇൻഫിനിറ്റിയോ നെഗറ്റീവോ, മിനിമം റേഷ്യോ ഇൻഫിനിറ്റിയോ നെഗറ്റീവോ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഡിപ്പാർട്ടിംഗ് വേരിയബിൾ ഡിസൈഡ് ചെയ്യാൻ കഴിയില്ല. ആ ഒരു സന്ദർഭത്തിൽ LPP എന്തായിട്ട് മാറും? അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്നാണ് അതിന് പറയുക. അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്നുള്ളത് വരിക. ഇപ്പോൾ മിനിമം റേഷ്യോ ഇൻഫിനിറ്റിയോ നെഗറ്റീവോ ആകുന്ന സമയത്ത് നമുക്ക് ഡിപ്പാർട്ടിംഗ് വേരിയബിൾ ഡിസൈഡ് ചെയ്യാൻ കഴിയില്ല. ആ സന്ദർഭത്തിൽ LPP എന്ന് പറയുന്നത് എന്തായി മാറും? അൺബൗണ്ടഡ് സൊല്യൂഷനായിട്ട് മാറും. അപ്പോൾ രണ്ടാമത്തെ സിംപ്ലക്സ് ടേബിൾ വരച്ച സന്ദർഭത്തിൽ നമുക്ക് എന്ത് കിട്ടിയില്ല? സൊല്യൂഷൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം ഇൻഫിനിറ്റിയും നെഗറ്റീവ് വണ്ണുമാണ് വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് ഇൻഫീസിബിലിറ്റി സൊല്യൂഷൻ. എന്താണ് ഇൻഫീസിബിലിറ്റി സൊല്യൂഷൻ എന്ന് നോക്കാം. If a linear problem has no optimal solution, we can say that infeasibility exists. ലീനിയർ പ്രോബ്ലത്തിന് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇൻഫീസിബിലിറ്റി ആണെന്ന് പറയും. ഇൻ ഗ്രാഫിക്കൽ സൊല്യൂഷൻ വെൻ ദർ ഈസ് നോ കോമൺ പോയിൻറ്റ് ദെൻ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഹാസ് ഇൻഫീസിബിൾ സൊല്യൂഷൻ. ഗ്രാഫിക്കൽ സൊല്യൂഷൻ ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് കോമൺ പോയിൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? തന്നെ ഇൻഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞിരുന്നു. ഇൻ ടേംസ് ഓഫ് സിംപ്ലക്സ് അൽഗോരിതം വെൻ ഇൻ ഫൈനൽ സൊല്യൂഷൻ ആൻ ആർട്ടിഫിഷ്യൽ വേരിയബിൾ എക്സിസ്റ്റ് ഇൻ ബേസിസ് ആസ് എ പോസിറ്റീവ് വാല്യൂ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഫൈനൽ സൊല്യൂഷൻ ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? A1, A2 അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ബിഗ് എം മെത്തേഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ ബേസിസിൻ്റെ സ്ഥാനത്ത് പോസിറ്റീവ് വാല്യൂ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടാവില്ല. ഇൻ അതർ വേർഡ്സ്, if an artificial variable appears in the final solution with a positive value,
ഫൈനൽ സൊല്യൂഷനിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദ പ്രോബ്ലം ഡസ് നോട്ട് ഹാവ് എനി ഫീസിബിൾ സൊല്യൂഷൻ. അതിൻ്റെ അർത്ഥം ആ പ്രോബ്ലത്തിന് എന്തില്ല, ഫീസിബിൾ സൊല്യൂഷൻ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു പ്രോബ്ലം ഇല്ലൂസ്ട്രേഷൻ 16 നോക്കി വെക്കുക. ഇല്ലൂസ്ട്രേഷൻ 16 ചെക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഫൈനൽ ആൻസർ നോക്കുന്ന സന്ദർഭത്തിൽ എന്തും ആൾ എലമെൻറ്റ്സ് ഇൻ ദ CJ മൈനസ് ZJ റോ ഇൻക്ലൂഡ്സ് 0 ഓർ നെഗറ്റീവ്. CJ മൈനസ് ZJ റോയിലുള്ള എല്ലാ എലമെൻറ്റുകളും പൂജ്യമോ നെഗറ്റീവോ ആണ്. ബട്ട് എൻ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഈസ് പ്രസൻറ്റ് ഇൻ ഇറ്റ്സ് ആസ് എ ബേസിക് വേരിയബിൾ. പക്ഷേ ബേസിക് വേരിയബിളിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നിട്ടുണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ അറൈസ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ഇതിൽ ആർട്ടിഫിഷ്യൽ വേരിയബിളായിട്ട് അറൈസ് ചെയ്തിരിക്കുന്നത്? A1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ അവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ അവിടെ വന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇതൊരു ഫീസിബിൾ സൊല്യൂഷനാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഒരു സിംപ്ലക്സ് ടേബിളിൻ്റെ സൊല്യൂഷനിൽ വരികയാണെങ്കിൽ നമുക്ക് ആ സൊല്യൂഷൻ ഒരു ഫീസിബിൾ സൊല്യൂഷനാണെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ A1 എന്നുള്ളൊരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ അവിടെ വന്നിട്ടുണ്ട്. ആ ആർട്ടിഫിഷ്യൽ വേരിയബിൾ വന്ന കാരണം കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഇതിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്തത്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അത് എന്തുകൊണ്ടത് പറയാൻ കാരണം, ഇവിടെ ലെസ് ദാനും ഗ്രേറ്റർ ദാനും രണ്ട് തരത്തിലുള്ള ഇക്വേഷൻസ് വന്നതുകൊണ്ടാണ്. മിക്സഡ് ടൈപ്പ് പ്രോബ്ലം വന്നതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്യണമെന്ന് നിയമമുണ്ട്. മിക്സഡ് ടൈപ്പ് പ്രോബ്ലം വന്നതുകൊണ്ടാണ് അത് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ മിക്സഡ് ടൈപ്പ് പ്രോബ്ലം വന്നതുകൊണ്ട് അവിടെ ഇൻഫീസിബിലിറ്റി വന്നത് അതുകൊണ്ടാണ്. കാരണം ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ അവിടെ ആഡ് ചെയ്യപ്പെട്ടു. അത് കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് ഫീസിബിൾ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ. എന്താണ് മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ നോക്കാം. For multiple optimal solutions to exist, the objective function must be parallel to a constraint that defines the boundary of the feasible region. All basic variables in the CJ minus ZJ are zeros and non-basic variables did not have zero values. അതായത് മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിട്ട് മാറും, പാരലൽ ടു എ കൺസ്ട്രെയിൻറ്റ്, ഒരു കൺസ്ട്രെയിൻറ്റിന് പാരലലായിട്ട് മാറും. ദാറ്റ് ഡിഫൈൻസ് ദ ബൗണ്ടറി ഓഫ് ദ ഫീസിബിൾ റീജിയൻ. ഫീസിബിൾ റീജിയൻ്റെ ബൗണ്ടറി ആയിരിക്കും അത് ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് ആൾ ബേസിക് വേരിയബിൾസ് ഇൻ ദ CJ മൈനസ് ZJ ആർ സീറോസ്. CJ മൈനസ് ZJയിലുള്ള എല്ലാ ബേസിക് വേരിയബിൾസും സീറോസ് ആവുകയും ആൻഡ് നോൺ ബേസിക് വേരിയബിൾസ് ഡിഡ് നോട്ട് ഹാവ് സീറോ വാല്യൂസ്. നോൺ ബേസിക് വേരിയബിൾസിന് സീറോ വാല്യൂസ് ഇല്ലാതെ വരികയും ചെയ്യും. ഇഫ് എ നോൺ ബേസിക് വേരിയബിൾ ഇൻ ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഹാസ് എ സീറോ വാല്യൂ ഇൻ ദ ഡെൽറ്റ ജെ റോ. ഡെൽറ്റ ജെ റോയിൽ ഒരു നോൺ ബേസിക് വേരിയബിളിന് സീറോ വാല്യൂ വരികയാണെങ്കിൽ ദെൻ ഇറ്റ് ഹാസ് നോ യുണീക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ. അങ്ങനെ വരുമ്പോൾ അതിന് എന്തുണ്ടാവില്ല, ഒരു യുണീക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടാവില്ല. ഒരു യുണീക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ അതിന് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ സൊല്യൂഷൻ ആണ് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അതിന് എന്ത് വരേണ്ട, ഒരു മൾട്ടിപ്പിൾ സൊല്യൂഷനായിട്ട് പറയേണ്ടി വരും. അതായത് ആ ഒരു പ്രോബ്ലം നോക്കി വെക്കുക. അതായത് മൾട്ടിപ്പിൾ സൊല്യൂഷൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇല്ലൂസ്ട്രേഷൻ 17 അതിൻ്റെ 4 ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. 4ാമത്തെ ടേബിൾ ചെയ്യുന്ന സന്ദർഭത്തിൽ x1 100ഉം x2 100ഉം വരും. ദ വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 8 × 100 പ്ലസ് 16 × 100 2400 എന്ന് കിട്ടും. ഇൻ ദ എബവ് സൊല്യൂഷൻ ഇറ്റ് ഈസ് സീൻ ദാറ്റ് എ നോൺ ബേസിക് വേരിയബിൾ S1 എന്നുള്ളൊരു നോൺ ബേസിക് വേരിയബിളിന് ഡെൽറ്റ ജെ വാല്യൂ എന്തായിട്ട് കാണുന്നുണ്ട്, 0 ആയിട്ട് കണ്ടിട്ടുണ്ട്. കാൽക്കുലേഷൻ ചെയ്യുന്ന സന്ദർഭത്തിൽ നോൺ ബേസിക് വേരിയബിൾ ആയിട്ടുള്ള S1 എന്നതിൻ്റെ ഡെൽറ്റ ജെ വാല്യൂ 0 കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇതിനൊരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ കാരണം. അതുകൊണ്ടാണ് നമ്മളിതിനെ എന്ത് പറയുന്നത്, മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ. അത് ഇല്ലൂസ്ട്രേഷൻ 17 നോക്കുന്ന സന്ദർഭം മനസ്സിലാവും. കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഇല്ലൂസ്ട്രേഷൻ 16 നോക്കുന്ന സന്ദർഭത്തിൽ, അതായത് ഇൻഫീസിബിലിറ്റി അനലൈസ് ചെയ്യാൻ ഇല്ലൂസ്ട്രേഷൻ 16 എന്നുള്ളത് നോക്കുക. മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇല്ലൂസ്ട്രേഷൻ 17 ചെക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ അത് മനസ്സിലാവും. നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഡീജനറസി. എന്താണ് ഡീജനറസി എന്ന് നോക്കാം. ഡീജനറസി ഇൻ എ LPP occurs when one or more of the basic variables assume a value of 0. In this situation, we are not able to reach next iteration table
as the variable to be replaced is already a 0. In other cases, the degeneracy occurs when there is a tie for minimum ratio for selecting the departing variable. The wrong selection will lead to a number of computation and the simplex procedure never reaches an optimal solution. It reduces the efficiency of the simplex method. ഡീജനറസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീജനറസി ഇൻ എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ ഡീജനറസി എന്ന് പറയുന്നത് ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണ്? വെൻ വൺ ഓർ മോർ ഓഫ് ദ ബേസിക് വേരിയബിൾസിൽ ഒന്നോ അതിലധികമോ ബേസിക് വേരിയബിൾസ് വാല്യൂ ഓഫ് 0 അസ്യൂം ചെയ്യുമ്പോഴാണ്. അസ്യൂം എ വാല്യൂ ഓഫ് 0. വൺ ഓർ മോർ ഓഫ് ദ ബേസിക് വേരിയബിൾസ് അസ്യൂം എ വാല്യൂ ഓഫ് 0. ഒന്നോ അതിലധികമോ ബേസിക് വേരിയബിൾസ് 0 വാല്യൂസ് അസ്യൂം ചെയ്യുമ്പോഴാണ് അത് വരിക. ഇൻ ദിസ് സിറ്റുവേഷൻ വി ആർ നോട്ട് ഏബിൾ ടു റീച്ച് നെക്സ്റ്റ് ഇറ്ററേഷൻ ടേബിൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇറ്ററേഷൻ ടേബിളിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ആസ് ദ വേരിയബിൾ ടു ബി റീപ്ലേസ്ഡ് ഈസ് ആൾറെഡി എ 0. റീപ്ലേസ്ഡ് ചെയ്യപ്പെടേണ്ട വേരിയബിൾ എന്തായി മാറുക ചെയ്യുന്നത്? 0 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇൻ അതർ കേസസ് ദ ഡീജനറസി ഒക്കേഴ്സ് വെൻ ദർ ഈസ് എ ടൈ ഫോർ മിനിമം റേഷ്യോ. അല്ലെങ്കിൽ മിനിമം റേഷ്യോ ടൈ ആവുകയാണ് വിചാരിക്കുക. മിനിമം റേഷ്യോ ടൈ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലുസ്ട്രേഷൻ 18 നോക്കുക. മിനിമം റേഷ്യോ എങ്ങനെ ടൈ ആവുന്നത്? അതായത് തീറ്റ വാല്യൂ കാണുന്ന സന്ദർഭത്തിൽ XB ഹരിക്കണം X1 ചെയ്യുന്ന സന്ദർഭത്തിൽ കീ എലമെൻറ്റ് 3 എന്നുള്ളൊരു പതിനുണ്ട്. അപ്പോൾ 9 ഹരിക്കണം 3 3, 9 ഹരിക്കണം 3 3. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും വാല്യൂസ് എത്ര വരുന്നത്? 3 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏത് 3 എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ആവും. 3 എണ്ണമാണ് പോസിറ്റീവ്. അപ്പോൾ എന്താ പറയണത്? രണ്ടെണ്ണത്തിൻ്റെയും തീറ്റ വാല്യൂസ് എന്ന് പറയുന്നത് 3 ആണ് വരുന്നത്. ആദ്യത്തെ S1ൻ്റെ തീറ്റ വാല്യൂ 4, S2ൻ്റെയും S3യുടെയും തീറ്റ വാല്യൂസ് 3 ആണ് വരുന്നത്. അപ്പോൾ 2 3 വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് 3 ആണ് എടുക്കുക എന്നുള്ളതിന് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ ഹയസ്റ്റ് പോസിറ്റീവ് 5ഉം അതുപോലെ തന്നെ ഇതെന്നുള്ളത് 3ഉം വരുന്ന സന്ദർഭത്തിൽ നമ്മളത് കീ എലമെൻറ്റ് എടുത്തു. അപ്പോൾ കീ എലമെൻറ്റ് മിനിമം പോസിറ്റീവ് റേഷ്യോ എന്നാണ് പറയുന്നത്. പക്ഷേ മിനിമം പോസിറ്റീവ് റേഷ്യോ 2 എണ്ണം വരുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ എടുത്ത് നോക്കുകയാണ്. ആദ്യത്തെ എടുത്ത് നോക്കുന്ന സന്ദർഭത്തിൽ എന്ത് വന്നു? ആദ്യത്തെ 3നെ നമ്മൾ എടുത്തിട്ട് നമ്മൾ സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സന്ദർഭത്തിൽ അത് സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ നോക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ തേർഡ് സിംപ്ലക്സ് ടേബിൾ ചെയ്യുന്ന സന്ദർഭത്തിൽ നോക്കുകയാണ്. അങ്ങനെ 2 ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൽ സൊല്യൂഷൻ കിട്ടി. ഇനി നമ്മൾ മൂന്നാമത്തേന് എടുക്കണേ S3 എന്നുള്ളതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഇനീഷ്യൽ ടേബിളിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് അപ്പോഴും ഇതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വരുന്നില്ല? പ്രോബ്ലംസ് ഉണ്ടാവുന്നില്ല. മറിച്ച് ആൻസർ വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ അവിടെ ഡീജനറസി എന്നുള്ളത് ഒക്കർ ചെയ്യും. ഇഫ് വി ആർ ടേക്കിംഗ് S3 ആസ് ദ ഔട്ട് ഗോയിങ് വേരിയബിൾ ദെൻ ദ ഇനീഷ്യൽ ടേബിൾ ഈസ് ഗിവൻ ബിലോ. അപ്പോൾ 2 എണ്ണം വെച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആൻസർ നോക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് ഒരേ ആൻസർ തന്നെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സിംപ്ലക്സ് പ്രൊസീജിയർ എന്തായിട്ട് മാറും? ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് മാറും. അല്ലെങ്കിൽ എന്ത് വരുന്നില്ല? വ്യത്യസ്ത ആൻസറുകളാണ് വരുന്നത്. റോങ് സെലക്ഷൻ വിൽ ലീഡ് ടു എ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻ. റോങ് സെലക്ഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസ് ആവുകയും ആൻഡ് ദ സിംപ്ലക്സ് പ്രൊസീജിയർ നെവർ റീച്ചസ് എൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പോൾ സിംപ്ലക്സ് പ്രൊസീജിയർ എന്തായിട്ട് വരില്ല? ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുകയും ഇല്ല. അത് എന്ത് ചെയ്യുന്നുണ്ട്? സിംപ്ലക്സ് മെത്തേഡിൻ്റെ എഫിഷ്യൻസിയെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മിനിമം റേഷ്യോയിൽ ഒരു ടൈ വരികയാണെന്നുണ്ടെങ്കിൽ ഏത് വേരിയബിളിനെ ഡിപ്പാർട്ട് ചെയ്യണം സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ അറൈസ് ചെയ്യും. അതിപ്പോൾ റോങ് സെലക്ഷൻ എന്നുള്ളത് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷനിലേക്ക് എത്തിച്ചേരുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാത്തൊരവസ്ഥയിലേക്കും മാറും. അതാണ് ഡീജനറസി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് സിംപ്ലക്സ് ടേബിളിൻ്റെ എഫിഷ്യൻസി റെഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ഒരു മെത്തേഡാണ് 2 phase മെത്തേഡ്. എന്താണ് 2 phase മെത്തേഡ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എൻ ആൾട്ടർനേറ്റീവ് ടു ബിഗ് എം മെത്തേഡ്. ബിഗ് എം മെത്തേഡിൻ്റെ പകരമായിട്ടുള്ള ഒരു മെത്തേഡാണ് 2 phase മെത്തേഡ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് സെപ്പറേറ്റ്സ് ദ സൊല്യൂഷൻ പ്രൊസീജിയർ ഇൻ ടു 2 phases. സൊല്യൂഷൻ പ്രൊസീജിയറിനെ 2 phases ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇൻ ദ ഫസ്റ്റ് phase ആൾ ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ എലിമിനേറ്റഡ് ഫ്രം ദ ബേസിസ്. ഫസ്റ്റ് ഫേസിൽ എല്ലാ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിനെയും ബേസിസിൽ നിന്നും എലിമിനേറ്റ് ചെയ്യും. ഇഫ് എ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് ഒബ്റ്റൈൻഡ് ഇൻ ദിസ് ഫേസ്, ഈ ഫേസിൽ ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഒബ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വി പ്രൊസീഡ് ടു സെക്കൻഡ് ഫേസ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് പ്രൊസീഡ് ചെയ്യുകയും അതിൽ നിന്നും ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ഒബ്റ്റൈൻ ചെയ്യുകയും ചെയ്യും. ഇൻ സെക്കൻഡ് ഫേസ് ദർ വിൽ ബി നോ ആർട്ടിഫിഷ്യൽ വേരിയബിൾ. സെക്കൻഡ് ഫേസിൽ എന്തുണ്ടാവില്ല? ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഉണ്ടാവില്ല. അതാണ് 2 phase മെത്തേഡ് എന്ന് പറയുന്നത്. 2 phase മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബിഗ് എം മെത്തേഡിൻ്റെ ഒരു ആൾട്ടർനേറ്റീവാണ്. ഇവിടെ സൊല്യൂഷൻ പ്രൊസീജിയറിനെ 2 phases ആക്കിയിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസിലാണെങ്കിൽ ആൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ എലിമിനേറ്റഡ് ഫ്രം ദ ബേസിസ്. എല്ലാ ആർട്ടിഫിഷ്യൽ വേരിയബിൾസും ബേസിസിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുകയും ഇഫ് എ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് ഒബ്റ്റൈൻഡ്, ഫീസിബിൾ സൊല്യൂഷൻ ഒബ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വി പ്രൊസീഡ് ടു ദ സെക്കൻഡ് ഫേസ്. സെക്കൻഡ് ഫേസിലേക്ക് പ്രൊസീഡ് ചെയ്യുകയും അതിലൂടെ ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ഒബ്റ്റൈൻ ചെയ്യുകയും ചെയ്യും. ഇൻ സെക്കൻഡ് ഫേസ് ദർ വിൽ ബി നോ ആർട്ടിഫിഷ്യൽ
വേരിയബിൾ. സെക്കൻഡ് ഫേസിൽ എന്തില്ല, ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് വരുന്നില്ല. ഇതാണ് 2 phase മെത്തേഡ് എന്ന് പറയുന്നത്. അത് ഇല്ലുസ്ട്രേഷൻ 19 പറയുന്നുണ്ട്. ഇല്ലുസ്ട്രേഷൻ 19 ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ, തേർഡ് സിംപ്ലക്സ് ടേബിൾ. അതിൽ സൊല്യൂഷൻ ഒപ്റ്റിമലാണ്. പക്ഷേ എന്ത് വരുന്നുണ്ട്, ആൾ ദ നമ്പേഴ്സ് ഇൻ ഡെൽറ്റ ജെ ആർ 0 വി വിൽ എൻ്റർ ഇൻ phase 2. എല്ലാ മെമ്പേഴ്സും 0 ആവുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, phase 2ലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. phase 2 നമ്മൾ എന്ത് ചെയ്യുന്നത്, വി റിമൂവ് ആൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. എല്ലാ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. കൺസിഡർ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വിത്ത് ആക്ച്വൽ കോഎഫിഷ്യൻറ്റ്. ആക്ച്വൽ കോഎഫിഷ്യൻറ്റ് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് 2 phase മെത്തേഡിൽ ചെയ്യുന്നത്. ലാസ്റ്റ് പറയുന്നത് ഡ്യുവാലിറ്റി മെത്തേഡ്. എന്താണ് ഡ്യുവാലിറ്റി മെത്തേഡ് എന്ന് നോക്കാം. ഡ്യുവാലിറ്റി ഡിസ്ക്രൈബ്സ് ദാറ്റ് എൽ പി പ്രോബ്ലം എക്സിസ്റ്റ് ഇൻ പെയേഴ്സ്. ഡ്യുവാലിറ്റി എന്നതാണ് സൂചിപ്പിക്കുന്നത് എൽ പി പ്രോബ്ലം എന്നുള്ളത് പെയറുകളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്, ജോഡികളായിട്ട്. സോ എവരി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഹാസ് അനദർ എൽ പി പി വിച്ച് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനും അതിൻ്റെ തന്നെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദിസ് റിലേറ്റഡ് എൽ പി പി ഈസ് കാൾഡ് ഡ്യുവൽ പ്രോബ്ലം. ഈ റിലേറ്റഡ് എൽ പി പി ആണ് നമ്മൾ ഡ്യുവൽ പ്രോബ്ലം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആൻഡ് ദ ഒറിജിനൽ എൽ പി പി പ്രോബ്ലം ഈസ് കാൾഡ് പ്രൈമൽ പ്രോബ്ലം. ഒറിജിനൽ എൽ പി പി പ്രോബ്ലത്തിനെ പ്രൈമൽ പ്രോബ്ലം എന്നും പറയും. ആസ് പെർ ദ ഡ്യുവാലിറ്റി തിയറം, ഫോർ എവറി മാക്സിമൈസേഷൻ പ്രോബ്ലം ദർ ഈസ് എ യുണീക്ക് മിനിമൈസേഷൻ പ്രോബ്ലം ആൾസോ ആൻഡ് വൈസ് വെർസ. ഏതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലത്തിനും അതിന് തുല്യമായിട്ടുള്ള ഒരു മിനിമൈസേഷൻ പ്രോബ്ലവും, അതുപോലെ തന്നെ ഏതൊരു മിനിമൈസേഷൻ പ്രോബ്ലത്തിനും അതിന് തുല്യമായിട്ടുള്ള ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം ഉണ്ടെന്നാണ് ഡ്യുവാലിറ്റി മെത്തേഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദസ് ദ 2 പ്രോബ്ലംസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ പെയർ ഓഫ് ഡ്യുവൽ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ 2 പ്രോബ്ലംസും ഒരു ഡ്യുവൽ പ്രോബ്ലത്തിൻ്റെ പെയർ എന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ക്യാൻ ബി ഡിറൈവ്ഡ് ഈച്ച് അതർ. ഒന്നിൽ നിന്ന് മറ്റൊന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാനും അതിൽ നിന്നും ഇത് നമുക്ക് ഡിറൈവ് ചെയ്യാനും കഴിയുമെന്നുള്ളതാണ് ഡ്യുവാലിറ്റി മെത്തേഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സും സ്റ്റെപ്സൊക്കെ പറയുന്നുണ്ട്. ഇല്ലുസ്ട്രേഷൻ 21 എന്ന് പറയുന്നത് ഡ്യുവാലിറ്റി മെത്തേഡ് എന്നതിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൻ്റെമായി ബന്ധപ്പെട്ടുള്ള സിംപ്ലക്സ് മെത്തേഡുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസുകളാണ്. സിംപ്ലക്സ് മെത്തേഡുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസുകളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ഇൻഈക്വാളിറ്റി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡ്യുവാലിറ്റി മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു. 2 phase മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു. അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഇൻഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഡീജനറസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും പറഞ്ഞു. അപ്പോൾ ഈ ഓരോ ടേംസുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് അതിൻ്റെ താഴെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് പറയുന്ന സന്ദർഭത്തിൽ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ആ പ്രോബ്ലംസ് കാണുന്ന സന്ദർഭത്തിൽ അത് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.